അല്ല, ഇങ്ങനെയുണ്ട് ആളുകൾ, ഒരു മാനേഴ്സ് ഇല്ലാതെ. ഞാൻ കൂടി വരണവരെ ഒന്ന് ക്ഷമിച്ചാൽ എന്താ? അപ്പോഴേക്കും ധൃതിയെ. ഉച്ചയോടടുത്ത ഈ പ്രായത്തിൽ നമ്മൾ തമ്മിൽ എന്തിനാണോ മാനേഴ്സ്? അല്ലെങ്കിൽ ഈ ശ്രീയേട്ടൻ ഇപ്പോഴായിട്ട് ഇങ്ങനെയാ. എനിക്ക് തോന്നണേ നമ്മുടെ കല്യാണത്തിന് മുമ്പുള്ള നാളുകളായിരുന്നു ഭേദമെന്നാ. അതെന്താടോ? അന്നൊക്കെ ദിവസത്തിൽ 10 പ്രാവശ്യമെങ്കിലും എന്നെ കണ്ടില്ലെങ്കിൽ ശ്രീയേട്ടൻ ഇരിക്കപ്പെടുത ഉണ്ടാവില്ല. ടെലിഫോൺ ചെയ്യലായി, ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കലായി, എന്തൊക്കെ പരാക്രമങ്ങളാ കാണിച്ചായിരുന്നേ. ഇപ്പോഴത് പോയിട്ട് വല്ലപ്പോഴൊന്ന് കൂടെ ഇരിക്കാൻ ആളെ കിട്ടുക എന്ന് പറയണതേ വലിയ വിഷമാ. അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ അങ്ങനെയാ. ആദ്യത്തെ കുറച്ചു നാളത്തെ ഒരു പുതുമോടിയേ ഉള്ളൂ. താൻ എന്താടോ പറഞ്ഞേ? നമ്മുടെ കല്യാണം കഴിഞ്ഞത് പിന്നെ ഞാൻ തന്റെ കസ്റ്റഡിയിൽ തന്നെയല്ലേ? ഉവ്വേ, കസ്റ്റഡി തന്നെയാ. താൻ ലാത്തി ഒന്ന് നിർത്തിയിട്ട് ഒരു 10-100 ഇഡ്ഡലി അങ്ങോട്ട് കഴിച്ചേ. മതി മതി മതി, ഇത്രയൊക്കെ കഴിച്ചിട്ട് ഇതാ സ്ഥിതി. ശ്രീയേട്ടൻ കഴിക്കുന്നതിന്റെ പാതി പോലും ഞാൻ കഴിക്കാറില്ല. എന്നിട്ട് എന്റെ തടി ഒട്ടും ചൊട്ടണമില്ല, ശ്രീയേട്ടൻ ചേർക്കണമില്ല. അതെ, ഈ അപ്പർ സ്റ്റോറി ടുലറ്റ് ആയിട്ടുള്ളവർക്ക് വേറെന്താ സംഭവിക്കുക? ഈ തിരുന്നെല്ലാം ശരീരത്തിലോട്ട് പോയി അങ്ങ് ചീർക്കുകയല്ലേ. ശ്രീയേട്ടൻ കഴിക്കണതെല്ലാം ബുദ്ധിയായിട്ടങ്ങ് മാറുകയാണല്ലോ. ചുമ്മാ ഒന്നുമല്ല ഇത്രയും കൊഴിഞ്ഞത്. ഈ കണക്കിന് പോയാലേ 2 കൊല്ലം കൂടി കഴിയുമ്പോ ശരിക്കും ഗുഡ് നൈറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് 2:30 മണിക്ക് സാഹിത്യ അക്കാദമി മീറ്റിംഗ് ഉള്ളതാ. ഞാൻ കൃത്യം 2 മണിക്ക് പോകും. പോകുന്ന കാര്യമൊക്കെ കൊള്ളാം. വാതിലൊക്കെ നല്ലവണ്ണം അടച്ചു പൂട്ടിട്ട് വേണം പോകാൻ. നാട് മുഴുവൻ കള്ളന്മാരുള്ളതാ. ഇവിടെ ഉള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ മനസ്സിന്റെ സ്നേഹമാണ്. അതാരും കട്ടുകൊണ്ട് പോകാൻ പോണില്ല. ചുമ്മാ ഈ വളിപ്പടിക്കാൻ മെടുക്കന. സമ്പൂർണ്ണ സോഷ്യലിസം പരമമായ ലക്ഷ്യമെന്ന് ഇടതുപക്ഷ മുന്നണി നേതാവ് സഖാവ്. സഖാവ് അങ്ങനെ പറയുണ്ടായോ? അതേതായാലും നന്നായി. മുന്നണിയുടെ പരമമായ ലക്ഷ്യം എന്താണെന്നറിയാണ്ടേ ഇവിടെ ആളുകൾ വിഷമിക്കായിരുന്നു. ഇനിയിപ്പോ ആ പരാതി ഇല്ലല്ലോ. സമ്പൂർണ്ണ സോഷ്യലിസേ, അത് ഈ ഇന്ത്യ മഹാരാജ്യത്ത്. രാമേട്ടൻ പാർട്ടിയിലുണ്ടായിരുന്നപ്പോ ഇതിലും വലിയ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ ബാക്കിയുള്ളവരെ പുച്ഛിക്കുന്നേ? എനിക്കിഷ്ടമുണ്ടായിട്ട് താനാരാ ചോദിക്കാൻ? പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്ന കാലത്ത് അത്യാവേശം കാണിക്കും. എന്നിട്ടൊടുവിൽ ഒന്നും നേടിയിട്ടില്ല എന്നും എങ്ങും എത്തിയിട്ടില്ല എന്നും മനസ്സിലാക്കുമ്പോ മാറിയെന്ന് പുച്ഛിക്കും. ഇതിനാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, അതിന് തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എടോ, ഞാൻ തന്നോടായിട്ട് ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ല കയറി പിടിക്കാനായിട്ട്. പിന്നെന്താ? ഞാൻ കേട്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ രാമേട്ട. അങ്ങനെ ഇപ്പൊ പറയണ്ട യാതൊരു കാര്യവുമില്ല. ഗോപി കാണുന്നുണ്ടായിരിക്കും വെറുതെ ഓരോന്ന് പറഞ്ഞു തുടങ്ങാനായിട്ട്. വാസ്തവം ഇത് വല്ല കാര്യമുള്ള കാര്യമാണ്. നമുക്ക് വല്ല ബോണസിന്റെയോ ഇൻക്രിമെന്റിന്റെയോ പ്രശ്നമാണ് പിന്നെ ഉണ്ടെന്ന് പറയാം. ഇത് സോഷ്യലിസമാ സംഭവം രാമേട്ടാ. അതും നമ്മളും തമ്മിൽ എന്താ ബന്ധം? അല്ലേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ആഫീസിൽ എന്തിനാ ഒരു ക്ലോക്ക്? ശാരദാമ്മ സാറ് വരുമ്പോ 10 മണി, സാറ് പോകുമ്പോ അത് 5 മണി. കമല ഒരു ലീവ് ലെറ്റർ തന്നിട്ടുണ്ട്. തോമസേ, ആ സ്റ്റേഷനറി ഫയലൊന്ന് എടുത്തോണ്ട് വരും. ഇന്ന് തുളസി ലേറ്റായില്ലല്ലോ. ഇതെന്ത് പറ്റി? ഒന്നുമില്ല, അറിയാണ്ട് വാതുക്കലൊന്ന് മുട്ടിയതാ, ഇത്തിരി മുറിഞ്ഞു. പിന്നെ ഇന്നലെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് തന്നില്ലേ, അതിന്റെ കൂടെ ഈ കവറിംഗ് ലെറ്ററും കൂടി ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. അതെ, മാനേജർ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? തൃത്താലെന്ന് വരികയാണേ. എനിക്കൊരു ക്ലാർക്കായിട്ട് ജോലി കിട്ടി.
ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പോയിന്റ്മെന്റ് ഓർഡർ. അത് ശരി. ഇന്ന് തിങ്കളാഴ്ച, ജോയിൻ ചെയ്യാൻ നല്ല ദിവസമാണ്. പക്ഷെ മാനേജർ ഇതുവരെ എത്തിയിട്ടില്ല. വരാറാവുന്നേ ഉള്ളൂ. ഇപ്പൊ എത്തും. എന്താ പേര്? അച്ഛനുണ്ണീന്ന്. എല്ലാരും ഉണ്ണീന്ന് വിളിക്കും. എന്താ നമ്മുടെ പേര്? തോമസ്. അപ്പൊ ഉണ്ണി സാർ ഒരു കാര്യം ചെയ്യും, ഈ പെട്ടി ആ ഓരം ചേർത്ത് വെച്ചോ. ഇത് ഇവിടെ ഇങ്ങനെ പുറത്ത് വെക്കണോണ്ട് അപകടമൊന്നും ഇല്ലവോ? എന്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്താ. നേരിട്ട് വരണ വഴിയായതുകൊണ്ടാ. ഓ അത് ഓ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വിളിക്കണം, ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. Please come. Mr. Achanunni, യെസ് സർ. ഡിപ്പോയിലായിരുന്നു അല്ലേ? അതെ സർ. He is posted to our office. ഐ സി. ഡിപ്പോയിലെ പോലെ ആയിരിക്കില്ല ഇവിടെ. ദ വർക്ക് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. ഞാനും അതെ, സൂപ്രണ്ടും അതെ. ഇന്റേണൽ ഡിസിപ്ലിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ആൻഡ് റിമെമ്പർ, only by hard work you can prove your mettle here. കൺഫർമേഷന്റെ കാര്യത്തിലും ഫർദർ പ്രോസ്പെക്ട്സും എല്ലാം നിങ്ങളുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും. I will do my best, most sincerely, to give you satisfaction, sir. Well, ശാരദ, കൂടെ പൊയ്ക്കോളൂ. Thank you, sir. ഇരിക്കും. ആ തുളസിയോട് ജോയിനിങ് ലെറ്റർ അടിക്കുമ്പോൾ ഡെപ്പോയിലേക്കും കൂടി ഒരു കോപ്പി അടിക്കാൻ പറയണം. എന്നിട്ട് തോമസ് ഇങ്ങോട്ടൊന്ന് വരണം. എന്താ മിസ്റ്റർ ഉണ്ണിയുടെ ഇനിഷ്യൽ? കെ അച്ഛനുണ്ണീന്നാ. കേച്ചാൽ കല്ലാട്ട് വീട്ടുവരാ. കല്ലാട്ട് വീടെച്ചാൽ തൃത്താലയിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു തറവാട്. യു പ്ലീസ് സൈൻ ഹിയർ. തുടക്കത്തില് ഫയലിംഗ് കുറെ പെൻഡിംഗ് ഇല്ലേ തോമസേ? ഇങ്ങേർക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ശരി സാർ. സോറി. ശരി മാഡം. പറഞ്ഞോ. Bantech India Limited here. Yes. You please contact tomorrow.
ദാ, എല്ലാ ലെറ്ററിലും ഫയൽ നമ്പറും പേരും കാണും. ശരി. അത് നോക്കിയങ്ങ് ചെയ്താൽ മതി. നിസ്സാര പണിയല്ലേ. ശ്ശോ, എന്തൊരു കാറ്റ്. നിസ്സാര പിറക്കിക്കോ. തോമസേ, താനെന്നോട് വരിക. എന്താ ഇത്? അല്ല, അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ അവിടെ ഫയൽ ചെയ്യാണോ അതോ കടലാസിട്ട് വരികയാണോ? എന്തായി? പേപ്പർ കൊണ്ട് പട്ടം പറപ്പിക്കലൊക്കെ കഴിഞ്ഞോ? കാറ്റ്. പേപ്പർ വല്ലതും കാണാതെ പോയാലേ പഴയ ഡിപ്പോയിൽ തന്നെ പോയി ഇരിക്കേണ്ടി വരും. എന്താ വേണ്ട? ഇതേത് ഫയലിലേക്കാണെന്ന് മനസ്സിലാകുന്നില്ല. നമ്പറും ഇല്ല, പേരും ഇല്ല. കാണിക്കൂ.